ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എല്ലാവരും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മടി കാണിക്കരുതേ. ഒരു ഞായറാഴ്ചയാണ്. ചേട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കുറച്ച് റോസാ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുഴിച്ചിടുകയാണ്. ഒരു മതിലോട് ചേർന്ന് കുറച്ച് കുഴിച്ചിടുന്നുണ്ട്. ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഈ പൂവൊന്നും ഇല്ലാത്തതുകൊണ്ട് റോസാ ചെടിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുഴിച്ചിടുകയാണ്, നല്ലോണം വരട്ടെ. അതിന് ശേഷം മക്കൾ രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. മോൾക്ക് പാട്ട് കേട്ടാൽ അവൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിട്ട് അവളുടേതായ സ്റ്റെപ്പ് ഇട്ട് അങ്ങ് കളിച്ചോളൂ. ആദ്യം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല, പിന്നെ ഒന്നിങ്ങനെ കണ്ടപ്പോൾ പിന്നെ പതുക്കെ ഒന്ന് സ്റ്റോപ്പായി. പിന്നെ അതിന് ശേഷം ഞാൻ അന്ന് ഞായറാഴ്ചത്തെ ചെറിയ ചെറിയ കറികൾ എന്താണ് കിച്ചണിൽ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ മുരിങ്ങയും തക്കാളിയും കൂടി തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണത്. രാവിലെ ഉപ്പുമാവാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ കറി അവിടെ നല്ലോണം തിളച്ച് സെറ്റായി വരുന്നുണ്ട്. നല്ല കറിയാട്ടോ, മുരിങ്ങയും തക്കാളിയും കൂടി അടിപൊളി കറിയാണ്. അതെല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എല്ലാവരും വെക്കുന്നുണ്ടാകുമായിരിക്കും തേങ്ങ അരച്ചിട്ടുള്ള കറി. പിന്നെ ചോറൊക്കെ ഊറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പപ്പടം വറക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്ന്. ഒരു ഞായറാഴ്ചയാണ്, പക്ഷേ ഞങ്ങളിപ്പം അങ്ങനെ കാര്യമായിട്ട് ചിക്കനും ഒന്നും അധികം വാങ്ങാറില്ല. ചേട്ടൻ ലിവറിന് ചെറിയൊരു അതിന് വേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം SGPT ലെവലൊക്കെ കൂടുതലാണ് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ടങ്ങനെ ചിക്കനെല്ലാം നമ്മളങ്ങനെ വാങ്ങലില്ല. മറിച്ച് ഞായറാഴ്ചകളിൽ അധികം എന്തെങ്കിലും നോൺ വെജൊക്കെ ആയിട്ട് വാങ്ങും. മീനായിട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾ വാങ്ങാറുണ്ട്. പിന്നെ മോനാണ് കേട്ടോ മുട്ട മസാല തയ്യാറാക്കാൻ വേണ്ടി. അവൻ മുട്ട പുഴുങ്ങി വെച്ചിട്ട് അതിനകത്ത് മസാല ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ തയ്യാറെടുപ്പിലാണ് മോനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടാളും വന്ന് ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് കൊണ്ടിരുത്തിയാണ്. അപ്പോൾ അങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. കുറച്ച് ചെറിയ ചെറിയ അസൈൻമെൻറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാനും കൂടി ചേർന്ന് അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏട്ടന് വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. 2 ദിവസമായി ചെറിയ എന്തോ കംപ്ലൈൻ്റാണ്. അപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആവും ഒരു ചേട്ടൻ്റെ കൂട്ടുകാരൻ തന്നെ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാളും കൂടി അവിടെ വണ്ടി ശരിയാക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ കുട്ടികളുടെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ എൻ്റെ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കാശ് കുടിക്കാണ് ഇപ്പുറത്ത് കാണിച്ചതാണ്. കാശ് കൊടുക്കൽ മക്കൾ കൊണ്ടുവന്ന് വെച്ചാണ്. വണ്ടിക്കാരൻ മാമന് കാശ് കൊടുക്കാനില്ലെങ്കിലേ ഞങ്ങളുടെ കാശ് കൊടുക്കുന്ന കാശ് എടുത്തോന്നും പറഞ്ഞിട്ട് കൊടുത്താണ്. ചേട്ടനാണെങ്കിൽ കിട്ടിയ അവസരം ഇട്ട് മുതലാക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ മക്കൾ അകത്ത് വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കേണ്ട. അപ്പോൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചേട്ടൻ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടെന്നൊന്നും ഞാനങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം വന്ന് വൈകുന്നേരം ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ് കാണിച്ചത്. പിന്നെ മക്കൾക്ക് ഇപ്പി വേണമെന്ന് പറഞ്ഞ് ഇപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. കുറേ ദിവസം ഒരു പാക്കറ്റ് വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതുണ്ടാക്കി രണ്ടാളും കഴിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാനൊരു ചെറിയ രാത്രിത്തേക്ക് എന്തെങ്കിലും കറിക്കൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് പയർ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചപ്പയർ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരിയാക്കാമെന്ന് കരുതി. അതിന് വേണ്ടി ചട്ടി ആദ്യം തന്നെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ട് ഒഴിക്കുന്നത്. കറിയൊക്കെ കാച്ചുമ്പോൾ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത്, ചെറിയുള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി ഇടും. മുളക് പൊടി കരിയാതെ മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ പച്ചപ്പയർ മുറിച്ചത് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഉപ്പേരിക്കറി എന്ന് പറയും ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് ഇതൊക്കെ. അതിനുശേഷം പിന്നെ അതവിടെ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാനിവിടെ നിന്ന് കുറച്ച് പണികൾ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചൊന്ന് നീക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ കറിയും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ ഇരിക്കും ഉപ്പേരിക്കറി. ശേഷം നമ്മൾ രാവിലത്തെ ചോറുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഉച്ചക്കത്തെ ചോറുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് വെച്ചത് രാവിലെ വെക്കും. എല്ലാവരും കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ കഴിച്ചിട്ടുള്ള ബാക്കിയുള്ളതാണ്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കാൻ നിൽക്കാതെ ഞാനെന്ത് ചെയ്തു, ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് അങ്ങോട്ട് ആവി കയറ്റിയെടുത്തു. അതാകുമ്പോൾ പിന്നെ വാർത്താനും ഊറ്റാനും ഒന്നും നിൽക്കണ്ടല്ലോ. അപ്പം ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നല്ലോണം ആവി കയറിയ ശേഷം മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്രത്തിലൊക്കെ ആക്കാൻ വേണ്ടി. പിന്നെ പാത്രം കഴുകി വെക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാണ്. കുറച്ച് പഞ്ചസാരയും പരിപ്പൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളിൽ തട്ടി വെക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കുറച്ച് തട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുറേ പാത്രങ്ങൾ കമത്തി വെച്ചിട്ടുണ്ട്. അതിലിപ്പം കഴുകി പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകിയിട്ട് മൂടി വെച്ചാണ് കേട്ടോ. ഇത് ഗ്രീൻ ടീ ആണ് കേട്ടോ, ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ. എനിക്ക് ഏട്ടൻ വരുമ്പം കൊണ്ടുവന്നതാണ്. ഇത് ഇവിടുന്ന് കിട്ടും നമുക്ക് നാട്ടിൽ നിന്ന്. പക്ഷേ ഇത് ആൾ ഷിപ്പിലാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ വരുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നാണ് ഇപ്പോൾ അത് ഇപ്രാവശ്യം ഗ്രീൻ ടീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു മസാല ടീയുടെ ഒരു ബാഗായിരുന്നു, ടീ ബാഗായിരുന്നു. അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കാരണം
ഞങ്ങളിപ്പോൾ ഇത് കഴിക്കാറുണ്ട് രാവിലെ. ഇത് നാത്തൂൻ കൊണ്ടുത്തന്നതാണ്. പക്ഷേ ഏട്ടന് ലിവറിന് ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴേ ചെറുതായിട്ട് SGPT ലെവൽ കൂടുതലാണ്, ഞാൻ പറഞ്ഞല്ലോ മുന്നേ. അതുകൊണ്ട് നമ്മളിപ്പോൾ അധികം 2 നേരം ഗ്രീൻ ടീ ആണ് കുടിക്കാൻ വേണ്ടി ശ്രമിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറെല്ലാം റെഡിയായി വന്നല്ലോ. അത് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. നല്ലോണം ആവിയെല്ലാം നല്ലോണം പറക്കുന്നുണ്ട്. നല്ലോണം ചൂട് ചോറായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരുവിധം എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ലൊരു ഗംഭീര മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്ക് വൈകുന്നേരത്തെ പണി എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തിന് ഉഴുന്നിന് നമുക്ക് അരക്കണം. ഉഴുന്ന് ദോശ അരക്കണം. ഉഴുന്നും പച്ചരിയും ഉലുവയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ ഇത്തിരി ചോറും കൂടി ഇട്ട് ഞാൻ അരച്ചെടുക്കുക. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ദോശക്കൊന്നും പിന്നെ എല്ലാവരോടും കണക്കൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം. എല്ലാവരും ദോശയൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഉലുവ കുറച്ചൊരു നുള്ള ഉലുവയും കൂടി ഇട്ടാൽ ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല മാർദ്ദവത്തിൽ വരും. നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനിടയിൽ മോള് വന്നാണ് ഞാനും വാരി ഇട്ടരാന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ട് മിക്സിയിൽ വാരിയിടുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് വാരിയിടുന്നുണ്ട്. അങ്ങനെ ആൾ എല്ലാം ചെയ്തെല്ലാം തന്നിട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ അരച്ചെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ പഠിക്കുന്ന സമയമായല്ലോ. പിന്നെ ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ അങ്ങനെ ഹോംവർക്കൊന്നും ചെയ്യാനിരുന്നില്ല. കുറച്ച് TV കണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ എപ്പോഴും അവർ ചെയ്യുന്നില്ല. അപ്പം നിന്ന് ഇത്തിരി TV കണ്ടെന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ എഴുതാനുള്ള എഴുതുകയും പഠിക്കാനുള്ള പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഏട്ടൻ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീൻ പുറത്ത് പോയി കൊണ്ടുവന്നതാണ്. അപ്പോൾ പുറത്ത് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ അപ്പം തന്നെ കുറച്ചെടുത്ത് മുറിച്ച് നന്നാക്കി ചെമ്മീൻ കറിയും ചെമ്മീൻ കുറച്ച് ഫ്രൈയും ആക്കി എല്ലാവരും കൂടി കഴിച്ചു. അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വേണ്ടവർ ചോറും ദോശ വേണ്ടവർ ദോശയൊക്കെ കൂടിയായിട്ട് കഴിച്ചു. അതിനുശേഷം പിന്നെ ഏട്ടന് വണ്ടി കംപ്ലൈൻ്റ് ആയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വണ്ടിയൊന്നും ഇല്ലാതെയാണ് ആളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചോറെല്ലാം തിന്നപ്പോൾ അത് കുറച്ച് വന്ന് നന്നാക്കി എന്തൊക്കെയോ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ റെഡിയായി എന്നിട്ട് പറയാനും പറ്റില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ മോള് കിടന്നുറങ്ങിപ്പോയി. പഠിച്ച് സോഫയിൽ തന്നെ കിടന്നുറങ്ങി. അമ്മയും കിടന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഒരു ദിവസം പോയത്. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.